കലാപരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരു വൈബ് അടിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാ ന്യൂ സാധനങ്ങളാണ് ഇരിക്കുന്നത്. ന്യൂ ക്ലിപ്സ് എനിക്ക് എൻ്റെ അമ്മളങ്ങാണ്ട് ആമിന എൻ്റെ മാമി വാങ്ങിച്ചത് ക്ലിപ്പുണ്ട്, എൻ്റെ ഉമ്മി വാങ്ങിച്ചത് ഉടുപ്പുണ്ട്, പരിപ്പാടി രാമനുണ്ട് തെറ്റിപ്പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴേ എല്ലാം ന്യൂ ആണ് കേട്ടോ. പിന്നെ ഞാൻ മെഹന്തി ഒക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫെയിലായിപ്പോയി, കുറച്ചൊക്കെ ഇട്ടതാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ അടിച്ച് പോയിട്ട് ഒന്നുകൂടെ അടിച്ച് പോയിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. എത്ര മണിയായി? ഇപ്പൊ ഒരു 8 മണി 8 o'clock ആയിരുന്നു. ആദ്യം എവിടാ പോന്നെ? ആദ്യം നമുക്കൊരു ഷോള് പോയി ഷോള് വാങ്ങിക്കണം. അപ്പൂസ് എന്ത് ചെയ്യാ? അപ്പൂസ് ചില്ലായിട്ടുണ്ട്. കേറാം. അപ്പൊ നമുക്ക് കേറാം. ന്യൂ ചെരുപ്പൊക്കെ നമ്മൾ അപ്പൂടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ലിപ്പറാണ്, ഒരു സ്ലിപ്പർ മേടിച്ചു. അവന് ഓൾറെഡി അവന് ഷൂ ഉണ്ടായിരുന്നു, അപ്പൊ അത് സ്മോൾ ആയി പോയതുകൊണ്ട് അവൻ ന്യൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിപ്പിടിക്കലുണ്ടോ? അടുത്തൊക്കെ ഫുള്ള് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കുന്നു. ഇപ്പൊ കാറി കയറിക്കോ. കേറിക്കോ. അത് ഞങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിൽ പഴുക്കിലൊന്നോട്ടാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. എപ്പോഴും പെരുന്നാൾ തന്നെയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി പോവുകയാണ്. എൻ്റെ അപ്പൂട്ടിനെ ഒരൊടുക്കത്തെ ബ്ലോക്കായിരുന്നു ഗൈസ്. ഞങ്ങൾ കല്യാണിയിലോട്ട് വന്നു. അതിന് ഞാൻ കുട്ടി ട്രോളിയൊക്കെ എടുത്ത് ഞങ്ങൾ പ്രഷേഴ്സ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ വാവയ്ക്കും കൂടെ ഷോൾ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് പ്രഷേഴ്സൊക്കെ ചെയ്യാമെന്ന് കരുതി നമ്മൾ കല്യാണിയിലുള്ളിലോട്ട് പോയി. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഞാൻ ബിസ്ക്കറ്റിൻ്റെ സെക്സിലോട്ട് ഓടി കയറി കുറേ ബിസ്ക്കറ്റ്സൊക്കെ നോക്കി. ആക്ച്വലി അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കുറേ ചോക്കോസും നോക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ലാസ്റ്റ് കുറേ നോക്കിയിട്ടോ. അങ്ങനെ ഒരുവിധം ഓരോ ചോക്കോസൊക്കെ കുറേ നേരം നോക്കി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ കുറേ ബിസ്ക്കറ്റ്സൊക്കെ നോക്കി ഗൈസ്. അവിടെ കളക്ഷൻസ് ഞങ്ങൾക്ക് കുറേ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു വേഫർ റോൾ കണ്ടപ്പോഴേക്കും ഞാൻ ചാടിപ്പോയി ആ വേഫർ റോൾ എടുത്തു കേട്ടോ. ഞാൻ ആ വേഫർ റോൾ എടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ അടിച്ചത്. അപ്പോൾ അവയ്ക്കൊരു ബലൂണൊക്കെ കിട്ടി. ഞാനങ്ങനെ ബില്ലൊക്കെ അടിച്ച് ഞാൻ അവർക്ക് പൈസയൊക്കെ കൊടുക്കുമായിരുന്നു ഗൈസ്. എൻ്റെ അടുത്താണ് ആ ചേച്ചി പൈസ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ചോക്കോ റോള്. കാണാൻ പറ്റില്ല. ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. ട്രാഫിക് ഇനിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ തശാൻ്റെ എന്തോ ഒരു കട അവിടേക്ക് പോയി. തശാന്തിൽ പോയി നോൺ വെജ് കഴിക്കാനാണ് പോയത്. ഇപ്പോൾ ആക്ച്വലി കുറേ കടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി. ആദ്യം ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ബ്യൂട്ടിഫുൾ പ്ലേസ് മൈ ഫേവറേറ്റ്. ഞങ്ങൾ പുല്ലൊക്കെ നോക്കുന്നത് സൂപ്പറായിട്ട് അവിടേക്ക് കുറച്ച് റീൽസൊക്കെ ആയിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അവിടെ. ഞാനും അങ്ങനെ എൻ്റെ ആപ്പുകുട്ടനും കൂടെ അവിടുത്തെ കുറേ റീൽസൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു ഗൈസ്. സൂപ്പർ അഡ്വഞ്ചർ പോലെയായിരുന്നു അവിടുത്തെ ഒരു വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ അപ്പുകുട്ടനും കൂടെ ഓടിച്ചാടി അവിടുത്തെ വ്യൂസ് കാണാൻ വേണ്ടി ഓടിയതാണ്. അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്നപ്പോഴേക്കും നമുക്ക് സീറ്റ് ആയിട്ട് ഇന്നൊരു വിളിയായിരുന്നു. ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒരു 1.25 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കാണിക്കാൻ പറ്റില്ല. 1.5 മണിക്കൂർ എടുത്തു. ഞാൻ പനീർ മസാല ദോശ വാങ്ങി, അവരൊക്കെ നെയ് റോസ്റ്റ് വാങ്ങി. അതൊക്കെ ഞങ്ങൾ കണ്ട് അങ്ങനെ ഒരുവിധം ഞങ്ങൾ അപ്പുക്കുട്ടൻ അവിടെ ഓടിക്കളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ സീ യു ഉമ്മ.